ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ചിലരൊക്കെ മീറ്റിങ്ങിന് വന്നില്ല. അവർ പ്രസൻ്റ് ആയിരുന്നില്ല. ഇന്ന് അവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, യു ഷുഡ് ഹാവ് ബീൻ പ്രസൻറ്റ്. നിങ്ങൾ പ്രസൻറ്റ് ആകേണ്ടതായിരുന്നു. യു ഷുഡിൻറ്റ് ഹാവ് ബീൻ ആബ്സെൻറ്റ്. നിങ്ങൾ ആബ്സെൻറ്റ് ആകരുതായിരുന്നു. നോക്കൂ, ഷുഡ് ഹാവ് ബീൻ ആൻഡ് ഷുഡിൻറ്റ് ഹാവ് ബീൻ. ഷുഡ് ഹാവ് ബീൻ എന്നാൽ ആകേണ്ടതായിരുന്നു. ഷുഡിൻറ്റ് ഹാവ് ബീൻ എന്നാൽ ആകരുതായിരുന്നു. കഴിഞ്ഞുപോയ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പശ്ചാത്തപിക്കുമ്പോഴാണ് നമുക്ക് ഷുഡിൻറ്റ് ഹാവ് ബീൻ എന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത്. അശ്രദ്ധ കൊണ്ട് ഒരു ആക്സിഡൻറ്റ് വരുത്തിയപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, യു ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ. നിങ്ങൾ കെയർഫുൾ ആകണമായിരുന്നു. യു ഷുഡിൻറ്റ് ഹാവ് ബീൻ കെയർലെസ്. നിങ്ങൾ ശ്രദ്ധയില്ലാതെ ആകരുതായിരുന്നു. ഒരു ബെഗർ, ഭിക്ഷക്കാരി വന്ന് കൈ നീട്ടിയപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് എന്ത് ചെയ്തെന്നോ, പുറം തിരിഞ്ഞു നിന്നു. ഒന്നും കൊടുത്തില്ല അവർക്ക്. ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, യു ഷുഡ് ഹാവ് ബീൻ കൈൻഡ്. നീ കുറച്ച് ദയ ഉള്ളവളാകേണ്ടതായിരുന്നു. യു ഷുഡിൻറ്റ് ഹാവ് ബീൻ സോ ക്രൂവൽ. നീ ഇത്രയ്ക്ക് ക്രൂരതയുള്ളവൾ ആകരുതായിരുന്നു. കൃത്യനിഷ്ഠയില്ലാത്തതുകൊണ്ട് മാത്രം ജോലി നഷ്ടപ്പെട്ട ആളോട് കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ പറഞ്ഞു, യു ഷുഡ് ഹാവ് ബീൻ പങ്ക്ച്വൽ. നിങ്ങൾ കൃത്യനിഷ്ഠ ഉള്ള ആളാകേണ്ടിയിരുന്നു. ഇന്നലെ ഇവിടെ എന്തെല്ലാം ആഘോഷങ്ങളായിരുന്നു. ഒന്നിനും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ ചിന്തിച്ചു, ഐ ഷുഡ് ഹാവ് ബീൻ ഹിയർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. ഷുഡ് ഹാവ് ബീൻ ആൻഡ് ഷുഡിൻറ്റ് ഹാവ് ബീൻ എന്നതിൻ്റെ ഒരു ഉപയോഗം മാത്രമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഷുഡിൻറ്റ് ഹാവ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ഹാവ് എന്നാണ്. ഷുഡ് ഹാവ് ബീൻ, അതുപോലെ ഷുഡിൻറ്റ് ഹാവ് ബീൻ, ഇതിന് വേറെയും ഉപയോഗങ്ങൾ ഉണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു ലെസണിൽ ആകാം കേട്ടോ.